ഒരിക്കൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നവർ പോലും പിൽക്കാലത്ത് കൊടിയ ശത്രുക്കളായി മാറാറുണ്ട്. ബിസിനസ് പങ്കാളികൾ വേർപിരിയാറുണ്ട്. അതിൻ്റെ എല്ലാം കാരണം പലപ്പോഴും സാമ്പത്തിക പ്രശ്നമാകാം. ചതി ഒരാൾക്കും സഹിക്കാവുന്നതല്ല. തൊടുപുഴയിലും തൃശ്ശൂരിലുമുണ്ടായ 2 കൊലപാതകങ്ങൾക്ക് കാരണം ബിസിനസ്സിലും സൗഹൃദത്തിലുമുണ്ടായ വിള്ളലാണ്. തൊടുപുഴയിൽ 2 ദിവസം മുൻപ് കാണാതായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയത് ബിസിനസ് പങ്കാളിയായിരുന്ന ജോമോനും സംഘവും ചേർന്നാണ്. ബിജുവിനെ കൊലപ്പെടുത്തി മൃതദേഹം മാലിന്യക്കുഴിയിൽ തള്ളിയത് കൊട്ടേഷൻ ഇടപാടാണോ? ഇതോടൊപ്പം തൃശ്ശൂർ പെരുമ്പിലാവിൽ ഇൻസ്റ്റഗ്രാം റീൽസ് എടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം യുവാവിൻ്റെ ജീവനെടുക്കുന്നു. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ അക്ഷയ്യെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ലഹരി ഇടപാടും കാരണമായോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തൊടുപുഴ ചുങ്കത്തെ വീട്ടിൽ നിന്ന് വ്യാഴാഴ്ച പുലർച്ചെ പതിവ് പോലെ നടക്കാനിറങ്ങിയതാണ് ബിജു ജോസഫ്. തിരിച്ചെത്തേണ്ട സമയമായിട്ടും ബിജുവിനെ കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ബിജുവിനെ തേടിയുള്ള പോലീസിൻ്റെ അന്വേഷണം എത്തിയത് കൊച്ചിയിലെ കൊട്ടേഷൻ സംഘത്തിലേക്ക്. കാപ്പ കേസ് പ്രതിയായ ഗുണ്ടയെ ചോദ്യം ചെയ്തതോടെ കേസിൻ്റെ ചുരുളഴിയുന്നു. ബിജുവിനെ കൊന്നുതള്ളിയത് മാലിന്യങ്ങൾ തള്ളുന്ന മാൻഹോളിലേക്ക്. കൊലപാതകത്തിന് കാരണം ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം. ബിജുവിൻ്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ജോമോൻ നൽകിയ കൊട്ടേഷൻ പ്രകാരം തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പോലീസ് നടത്തിയ തെരച്ചിലിനൊടുവിൽ 10 അടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കേസിൽ മുഖ്യപ്രതി ജോമോനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം പറവൂരിൽ നിന്നും ഒളിവിൽ പോയ കാപ്പ കേസ് പ്രതിക്കായി നടത്തിയ തിരച്ചിലിലാണ് ബിജു ജോസഫിന്റെ കേസിൽ വഴിത്തിരിവായത്. കാപ്പ കേസ് പ്രതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം എത്തിയത് തൊടുപുഴയിലെ ഒരു ഗോഡൌണിലാണ്. അതിനിടെയാണ് ബിജുവിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ദേവമാതാ കാറ്ററിംഗ് നടത്തുന്ന ജോമോൻ എന്നയാളുടെയും പേരുണ്ടായിരുന്നു. തുടർന്ന് കാപ്പ കേസ് പ്രതിയെ ചോദ്യം ചെയ്തതോടെ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. കാണാനില്ലെന്ന കേസാണ് ആദ്യം രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട ബിജുവും മുഖ്യപ്രതിയായ ജോമോനും ബിസിനസ് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബിജുവിൻ്റേത് കൊലപാതകമാണെന്ന് മനസ്സിലായത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ബിസിനസ് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. നാല് പ്രതികളുള്ള കേസിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ബിജുവിനെ തട്ടിക്കൊണ്ടുവരാൻ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നുവെന്ന് കേസിലെ മുഖ്യപ്രതി ജോമോൻ സമ്മതിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് തന്നെ ബിജു കൊല്ലപ്പെട്ടതായാണ് സൂചന. പിന്നീട് ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിൽ മൃതദേഹം തള്ളുകയായിരുന്നു. ശരീരത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം ഒളിപ്പിച്ച സ്ഥലം സംബന്ധിച്ച് പ്രതികൾ മൊഴി മാറ്റിയെങ്കിലും ഗോഡൌണിൽ തന്നെ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. അങ്ങനെയാണ് 8 അടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ബിജു ജോസഫിനും കസ്റ്റഡിയിലുള്ള ജോമോനും മുൻപ് ബിസിനസ് പങ്കാളികളായിരുന്നു. ദേവമാത എന്ന പേരിലുള്ള കാറ്ററിംഗ് സ്ഥാപനവും മൊബൈൽ മോർച്ചറിയും ഇവർ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേരിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും തൊടുപുഴ ഡിവൈഎസ്പിക്കും ജോമോൻ പരാതി നൽകിയിരുന്നു. ഈ തർക്കങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർപ്പാക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷവും പണം തിരികെ ലഭിച്ചില്ലെന്ന് ജോമോൻ പലരോടും പറഞ്ഞിരുന്നു. ഒരിക്കൽ ബിജുവിന്റെ ഭാര്യയെ വിളിച്ച് ജോമോൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീടാണ് തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും നടക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്നും നടക്കാനിറങ്ങിയ ബിജുവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം കാറിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിനിടെ കൊലപാതകം നടന്നു എന്നാണ് നിഗമനം. മരണം ഉറപ്പായ ശേഷം
രാവിലെ 10 മണിയോടെ മൃതദേഹം ഗോഡൌണിലെത്തിച്ചു. തുടർന്ന് മാലിന്യക്കുഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ബിജു ജോസഫ് വ്യാഴാഴ്ച രാവിലെ തന്നെ കൊല്ലപ്പെട്ടിരുന്നതായി ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. 4 പേരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു ക്രിമിനൽ കേസുകളൊക്കെ. ഇന്നലെ ഒരു മിസ്സിംഗ് കേസായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിൻ്റെ തലേദിവസം അങ്ങനൊരു അവിടെ നിന്നൊരു കോൾ വന്നതായിട്ടും പോലീസ് അവിടെ നിന്ന് വെരിഫൈ ചെയ്തതും ഇതൊക്കെ കൂട്ടി വെച്ച് ഒരു അന്വേഷണം നടത്തിയതാണ്. അതോടൊപ്പം ഈ പാർട്ട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിനെ പറ്റി അന്വേഷണം നടത്തേണ്ടായി. അങ്ങനെയാണ് ഈ ഒരു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നില്ലെന്നാണ് സൂചന. തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ച് പണം വാങ്ങുകയായിരുന്നു ലക്ഷ്യം. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘത്തിന്റെ ഇടപെടൽ സംഭവത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. കേസിലെ മുഖ്യപ്രതിയായ ജോമോന്റെ നിർദ്ദേശപ്രകാരം 3 പേരടങ്ങിയ സംഘം ബിജുവിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് 18 തൊടുപുഴ. ഒരു റീൽസ് എടുത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുണ്ടായ കൊലപാതകം. തൃശൂർ പെരുമ്പിലാവ് സ്വദേശി അക്ഷയ്യെ ഭാര്യയുടെ മുന്നിലിട്ടാണ് സുഹൃത്തുക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ മുഖ്യപ്രതി ലിഷോയി ഉൾപ്പെടെ 4 പേർ പിടിയിലായിട്ടുണ്ട്. കൊല്ലപ്പെട്ട അക്ഷയ്യും പ്രതികളും ലഹരി ഇടപാടിലെ പ്രധാനികളാണ്. അതിനിടെ അക്ഷയ്യെ കൂട്ടാതെ ലിഷോയും സംഘവും ഒരു റീൽസ് എടുത്തു. ഇത് ചോദ്യം ചെയ്യുന്നതിനാണ് ഭാര്യയോടൊപ്പം അക്ഷയ് ലിഷോയുടെ വീട്ടിലെത്തിയത്. അതിനിടെ ഉണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കവും കൊലയ്ക്ക് കാരണമായോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. MDMA കേസിൽ 1 വർഷമായി ജയിലിൽ കഴിഞ്ഞിരുന്ന ലിഷോയി ഒരാഴ്ച മുൻപാണ് പുറത്തിറങ്ങിയത്. അതിനുശേഷം ലിഷോയി മറ്റു ചിലരുമായി സൗഹൃദത്തിലായി. അവർക്കൊപ്പം റീൽസ് എടുത്തതാണ് അക്ഷയ്യെ ചൊടിപ്പിച്ചത്. അക്ഷയ്ക്ക് താല്പര്യമില്ലാത്തവർക്കൊപ്പം ലിഷോയും മറ്റൊരു സുഹൃത്തായ ബാദുഷിയും റീൽസ് ചിത്രീകരിച്ചു. ഇതേ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ തമ്മിൽ വാക്കുതർക്കമായി. പിന്നീട് റീൽസിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ രാത്രി 8 മണിയോടെ അക്ഷയ് ഭാര്യ നന്ദനയും ഒന്നിച്ച് ലിഷോയുടെ വീട്ടിലെത്തി. ഈ സമയം ലിഷോയുടെ സുഹൃത്തുക്കളും വീട്ടിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കമായി. തർക്കത്തിനിടെ വീടിന് മുന്നിലുണ്ടായിരുന്ന കാർ അക്ഷയ് തല്ലി തകർത്തു. പിന്നാലെ ബാദുഷയും ലിഷോയും ചേർന്ന് വാളെടുത്ത് അക്ഷയ്യെ വെട്ടുകയായിരുന്നു. വെട്ടേറ്റ അക്ഷയ് രക്തത്തിൽ കുളിച്ച് വീടിന് പുറത്തേക്ക് ഓടുകയും കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. സംഭവം നടന്ന വീടിന്റെ പടിയിലും രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ട അക്ഷയുടെ ഭാര്യ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടി. ആക്രമണത്തിൽ ബാദുഷയ്ക്കും പരിക്കേറ്റിരുന്നു. കൊലയ്ക്ക് ശേഷം ലിഷോയി വീടിനടുത്ത് തന്നെയുള്ള ഒരു പാടത്താണ് ഒളിച്ചത്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പ്രതിയെ രാവിലെ പോലീസ് പിടികൂടി. സംഭവത്തിന് പിന്നാലെ തന്നെ കൂട്ടുപ്രതികളായ ബാദുഷ, നിഖിൽ, ആകാശ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട അക്ഷയ്. അടുത്തിടെയാണ് ഇയാൾ വിവാഹിതനായത്. കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കവും സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി കച്ചവടവുമായി ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ് കൊല്ലപ്പെട്ട അക്ഷയ്യും പ്രതികളും. ഇതിനിടെ ലിഷോയ് ഗ്യാങ് മാറിയോ എന്ന സംശയവും അക്രമത്തിന് വഴിവെച്ചിട്ടുണ്ടാകാം. ന്യൂസ് 18 തൃശൂർ. രോഗങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും വേട്ടയാടുന്ന പല കുടുംബങ്ങളും നമ്മുടെ ചുറ്റിലുമുണ്ട്. ദുരന്തങ്ങൾ നിറഞ്ഞ ജീവിതത്തെ ഓർത്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ ശപിച്ചിട്ടുണ്ടാകും. എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു എന്ന് കരുതിയ കൊല്ലം ആയൂരിലെ ഒരമ്മയും മകനും. അമ്മയെ രോഗങ്ങൾ വിടാതെ പിന്തുടർന്നപ്പോൾ, സാമ്പത്തികമായി തകർന്നപ്പോൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് അവരും മനസ്സിൽ കരുതി. ഒടുവിൽ അമ്മ സുജാതയെ കൊലപ്പെടുത്തി മരിക്കാൻ മകൻ രഞ്ജിത്തിൻ്റെ തീരുമാനം. എന്നാൽ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം മകൻ ജീവനൊടുക്കി. ആയൂർ സ്വദേശി രഞ്ജിത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അമ്മ സുജാത തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
കഴിഞ്ഞ ദിവസം രാത്രി അമ്മയും മകനും കൂടി ഭക്ഷണം കഴിച്ച ശേഷം ഒരുമിച്ച് മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നാണ് വിവരം. സുജാത സ്ഥിരമായി കഴിക്കുന്ന ഗുളികകൾ ഇരുവരും ചേർന്ന് കഴിച്ചു. തുടർന്ന് തന്റെ നിർദ്ദേശപ്രകാരം മകൻ കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയതായി സുജാത പറഞ്ഞെന്നും നാട്ടുകാർ പറയുന്നു. ഈ മരിച്ച രഞ്ജിത്തിന്റെ അമ്മയോട് ചോദിച്ചവും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗുളിക കഴിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം തോർത്തിട്ട് മുറുക്കി എന്നെ കൊലപ്പെടുത്താൻ അവർ മോൻ്റെ കൂടെ പറഞ്ഞുവെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് തോർത്തിട്ട് മുറുക്കി ഇവർ ബോധം കെട്ട് വീണപ്പോൾ അവൻ വിചാരിച്ച് കാണും എന്ന് സംശയിക്കുകയാണ്. അമ്മ മരിച്ചുപോയി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ റൂമിൽ കയറി തൂങ്ങി മരിക്കുന്നത്. വൈദ്യുതി ബില്ലടയ്ക്കാത്തതിനാൽ ആയൂർ KSEB ഓഫീസിലെ ജീവനക്കാരൻ ഫ്യൂസ് ഊരാനായി എത്തിയപ്പോഴാണ് വീടിനകത്ത് നിന്ന് വെള്ളം വേണം എന്ന് പറയുന്നത് കേട്ടത്. ഇയാൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി വീട് തുറന്നു നോക്കിയപ്പോൾ അബോധാവസ്ഥയിൽ സുജാതയെയും തൂങ്ങി മരിച്ച നിലയിൽ മകൻ രഞ്ജിത്തിനെയും കാണുകയായിരുന്നു. സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുള്ളിയാണ് പറയുന്നത് ഈ വീട്ടിൽ ഒരാൾ വെള്ളം വേണം എന്ന് പറഞ്ഞത്. പക്ഷെ പുള്ളിയുടെ ഒറ്റ ഇതുകൊണ്ടാണ്, ആ പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇല്ലെങ്കിൽ ഈ മൈക്കിന്റെ സൗണ്ട് കൊണ്ടോ ഇതൊന്നും ആരും അയൽവക്കത്തുകാർക്ക് പോലും കേൾക്കാൻ പറ്റില്ല. കാരണം ഉത്സവം നടക്കുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ വന്ന് ഞാനും തങ്കപ്പ സഖാവുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഈ അമ്മ കിടന്ന് വെള്ളം വേണമെന്ന് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 വാർഡിലെ മെമ്പർ, എളമാട് വാർഡിലെ, എടത്തറപ്പാട് വാർഡിലെ, സേവന വാർഡിലെ മെമ്പർമാരെ വിളിച്ചെടുത്തു. അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് വന്നിട്ട് സംഭവം. സുജാത ദീർഘനാളായി പ്രമേഹ രോഗത്തിന് ചികിത്സയിലാണ്. രോഗം കടുത്തതോടെ ഒരു കാൽപ്പത്തി മുറിച്ചു നീക്കിയിരുന്നു. മകനായിരുന്നു അമ്മയെ നോക്കി വന്നിരുന്നത്. ചികിത്സയെ തുടർന്ന് കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു കുടുംബം. കഴുത്തിൽ ഷാൾ മുറുക്കിയതോടെ അമ്മ മരിച്ചെന്ന് കരുതിയാകാം രഞ്ജിത്ത് തൂങ്ങി മരിച്ചതെന്നാണ് പോലീസ് നിഗമനം. ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കേസാണ് മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ സംഭവം. മൃതദേഹമോ അവശിഷ്ടങ്ങളോ ലഭിക്കാതിരുന്ന കേസിൽ കൊലപാതകം നടന്ന് 4.5 വർഷത്തിനുള്ളിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചു എന്ന മറ്റൊരു അപൂർവത. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് 13 വർഷവും 9 മാസവും തടവാണ് ശിക്ഷ. രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും, 6-ാം പ്രതി നിഷാദ് 5 വർഷവും 9 മാസവും തടവ് ശിക്ഷ അനുഭവിക്കണം. 3 പേരും ചേർന്ന് 3,50,000 രൂപ പിഴയടക്കണമെന്നും കോടതിയുടെ വിധിയിലുണ്ട്. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ ഇല്ലാത്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലമില്ലാത്ത ശാസ്ത്രീയ തെളിവുകൾ മാത്രം മുൻനിർത്തിയായിരുന്നു ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പോലീസിന്റെ കുറ്റപത്രം. ഇത് അംഗീകരിച്ചാണ് പ്രതികൾക്ക് തടവ് ശിക്ഷയും പിഴയും വിധിച്ചുള്ള കോടതി ഉത്തരവ്. മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതുപ്രകാരം 13 വർഷവും 9 മാസവുമാണ് ഷൈബിൻ അഷ്റഫ് ശിക്ഷ അനുഭവിക്കേണ്ടത്. ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ശിക്ഷയായി 2-ാം പ്രതി ഷിഹാബുദ്ദീൻ 8 വർഷവും 9 മാസവും തടവാണ് വിധിച്ചത്. 6-ാം പ്രതി നിഷാദിനെതിരെ ഗൂഢാലോചന, തടവിൽ വയ്ക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. നിഷാദ് 5 വർഷവും 9 മാസവും ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. ഈ ശിക്ഷാവിധി വ്യത്യസ്തമായിട്ട് തന്നെ അനുഭവിക്കണം. ഓരോന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കണം. ഒന്നിച്ച് അനുഭവിച്ചാൽ പോരാ. അപ്പോൾ മൊത്തം 13 വർഷവും 9 മാസവുമാണ് ഒന്നാം പ്രതിക്ക് ഈ കേസിൽ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2-ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം മൊത്തം 8 കൊല്ലവും 9 മാസവും. ഇതും ഓരോന്നും ഒന്നിച്ചനുഭവിച്ചാൽ പോരാ, എല്ലാ ശിക്ഷാവിധികളും സെപ്പറേറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ മൊത്തം ശിക്ഷ 8 കൊല്ലവും 9 മാസവുമാണ്. പിന്നെ 6-ാം പ്രതി നിഷാദിന് 120B പ്രകാരം 2 വർഷം, 347 പ്രകാരം 3 വർഷം, 201 പ്രകാരം 9 മാസം. അതായത് മൊത്തം 5 കൊല്ലവും 9 മാസവും. വിശദമായ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അപ്പീൽ പോകുന്നതിനെക്കുറിച്ചും പ്രോസിക്യൂഷൻ ആലോചിക്കുന്നുണ്ട്.
ന്യൂസ് 18 മലപ്പുറം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൻ ഞങ്ങളെയും കൊല്ലും. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷിബിലിയുടെ മാതാപിതാക്കൾ ഭയത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മകൾ കൺമുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് നേരിൽ കാണേണ്ടി വന്ന ആ അച്ഛനും അമ്മയ്ക്കും ആ ശപിക്കപ്പെട്ട ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ പേടിയാണ്. യാസിറിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. പോലീസിന് മുന്നിൽ പരാതി നൽകിയതാണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ പരാതി ഗൗനിച്ചില്ല. യാസിറുമായി ഒത്തുതീർപ്പ് നടത്താമെന്നാണ് പറഞ്ഞത്. പോലീസ് സംയോജിതമായി നടപടിയെടുത്തിരുന്നുവെങ്കിൽ മകളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് കുടുംബം പ്രതികരിച്ചു. കുടുംബത്തിൻ്റെ ആരോപണത്തിന് പിന്നാലെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. യാസിറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിനെതിരെ ഷിബിലയുടെ കുടുംബം ആഞ്ഞടിച്ചത്. യാസിറിന്റെ ക്രൂരമർദ്ദനങ്ങളും ലഹരി ഉപയോഗവും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഷിബില നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുത്തെങ്കിൽ മകൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്ന് ഷിബിലയുടെ പിതാവ് പറഞ്ഞു. അങ്ങനെ വിളിച്ച സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു. യാതൊരു റിസൾട്ടും ഇല്ലായി. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടിയും എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിന് അന്ന് മോളെ പെട്ട് ജീവൻ. കഴിഞ്ഞ 28-ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 4 ദിവസത്തിന് ശേഷം പോലീസ് ഒത്തുതീർപ്പിന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. പിന്നീട് ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല. നല്ല സ്നേഹത്തിൽ ഭയങ്കര സ്നേഹം പിടിച്ചു പറ്റിയിട്ടാണ് ഓന് 3 തവണ ഓന് ആ ബാഗും കഴുത്തിലിട്ട് ഇവിടെ വന്നിട്ട് മൂന്ന് ടൈമിൽ വന്നപ്പോൾ ആ ബാഗ് ഓന്റെ കഴുത്തിലുണ്ട്. ഇതിൽ കത്തിയാണെന്നുള്ള പ്രതീക്ഷ നമുക്കില്ലല്ലോ. ഇവിടെ ഇരുന്ന ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നോ സംസാരിച്ചിട്ട് ഇവരുമായിട്ട് നല്ല ഡീസന്റ് പെരുമാറ്റത്തിലാണ് നിന്നത്. പെട്ടെന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് വരെ ഇരുന്ന് കൂടാ. ആധാർ കാർഡും പാൻ കാർഡും ഉള്ള കയ്യിൽ കൊടുത്ത് മോളെ ചോദിച്ച് ഇപ്പൊ എന്താ ഷൂ ഇരാത്തെന്ന് വെച്ച് ഷൂ ഇരാൻ എനിക്ക് നേരമില്ലാന്ന് പറഞ്ഞ് മോളയിൽ ഫോണ് കൊടുത്ത് മോളെ അകത്തേക്കാക്കി ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഓളെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ആദ്യം കുത്തിങ്ങാന് പിന്നെ ഓളെ അങ്ങോട്ട് ഒന്തി തള്ളിയിട്ട് 2 കത്തി കൊണ്ട് ഓളെ 4 കുത്തി കഴിച്ച് നടക്കുന്നത്. പിന്നെ ഉപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓളെ പിടിക്കുമ്പോഴേക്ക് ഉപ്പനെ കുത്തി. 2 കത്തിയുണ്ട് കയ്യിൽ. 2 കത്തിയും ഇതാക്കിയിട്ടാണ് റോഡമേലേക്ക് വണ്ടിയിട്ട് തരുന്നത്. കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തുകയും ഷിബിലയുടെ പരാതി കൈകാര്യം ചെയ്ത ഗ്രേഡ് SI നൌഷാദിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ള പരാതികൾ വിശദമായി പരിശോധിക്കും. പ്രതി യാസറിന്റെ കുടുംബത്തിനെതിരെയും ഷിബിലയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചു. യാസിറും ഷിബിലയും തമ്മിൽ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും പ്രശ്നപരിഹാരത്തിന് യാസിറിന്റെ മാതാപിതാക്കൾ തയ്യാറായില്ല. യാസിറിന്റെ കുടുംബത്തിനും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ഇതിന്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടിയോടുകൂടി ഇതിനെ എടുത്തിനെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ അവന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു ഉമ്മനെയും വാപ്പനെയും കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വെച്ച് പറഞ്ഞു തീർക്കാന്ന്. ഓര് വന്നില്ല. പള്ളി കമ്മിറ്റി വിളിച്ചിട്ടും വന്നില്ല, ഞാനും ഇവിടേക്ക് വിളിച്ചിട്ടും വന്നില്ല. അവരോട് ഒന്ന് സഹകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഓലാണ് ഇതിന് മെയിൻ ഉത്തരവാദി. കൃത്യം നടന്ന ദിവസം 2 കത്തിയുമായാണ് യാസിർ വീട്ടിൽ വന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ യാസിർ കൊല്ലുമെന്ന ഭയമുണ്ടെന്നും മാതാപിതാക്കൾ പറഞ്ഞു. യാസിറിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നതായും തുടർന്നാണ് മകളെ കൂട്ടി വീട്ടിൽ വന്നതെന്നും പിതാവ് പറഞ്ഞു. ഇവനെ ഒരു കാലത്തും ഓന് ഞങ്ങളെയും കൊല്ലും. ഓനി പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഇതിലും വലിയ തോന്നി ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നോട് ഓന് അത്രക്ക് ദേഷ്യമുണ്ട്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ജീവൻ അവിടെ തന്നെ നഷ്ടപ്പെടണം. ഷിബില വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച യാസിറിനെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. ഞങ്ങളുടെ മകന് നീതി ലഭിക്കണം.
നെഞ്ചുനീർന്ന വേദനയോടെയാണ് കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മാതാപിതാക്കൾ ഇത് പറയുന്നത്. പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. 10ാം ക്ലാസ്സുകാരനായ മകനെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്നാൽ ഷഹബാസിനെ സഹപാഠികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടികൾക്ക് ഒത്താശ ചെയ്ത രക്ഷകർത്താക്കൾക്കെതിരെ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നടപടി എടുക്കുന്നില്ലെന്നാണ് പരാതി. നീതി തേടി മുഖ്യമന്ത്രിയെ കാണാനാണ് ഷഹബാസിന്റെ കുടുംബത്തിന്റെ തീരുമാനം. കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും കൃത്യത്തിൽ പങ്കുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അത്തരം ഒരു കണ്ടെത്തലും ഉണ്ടായില്ല. തുടർന്നാണ് ആരോപണം കടുപ്പിച്ച് ഷഹബാസിന്റെ കുടുംബം രംഗത്തെത്തിയത്. പ്രതികളായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമുണ്ട്. അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ടു പോകുകയുള്ളൂ എന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. ഇതിൽ കുട്ടികൾ മാത്രമല്ല യഥാർത്ഥ പ്രതികൾ, അവരെ പിന്നിൽ മുതിർന്ന ആളുകളുണ്ട്. അന്നും ഇന്നും ഞാൻ ഉറച്ചു പറയുന്നുണ്ട്. പക്ഷെ അവരുടെ പേരിലോ ഒരു ആക്ഷൻ എടുക്കാനോ ഇത്രയും തെളിവുകളൊക്കെ അവരുടെ പേരിലുണ്ട്. യാതൊരുവിധ ഇതും ഉണ്ടായിട്ടില്ല. ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. മകന് നീതി ലഭിക്കണം. കടുത്ത ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നും ഷഹബാസിന്റെ അമ്മ റംസീന പ്രതികരിച്ചു. ഈ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്റെ കുട്ടിക്ക് നീതി കിട്ടണം. വിദ്യാഭ്യാസ മന്ത്രിയെങ്കിലും ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആരെയും കാണാതിരുന്നതോടെയാണ് അങ്ങോട്ട് അപേക്ഷ നൽകി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും ഒരു പ്രതീക്ഷ കൈവിടുന്ന രീതിയിലാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ എക്സാം എഴുതിച്ച ഒരു വിഷയം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നീതി കിട്ടുമോ ഇല്ല എന്നുള്ളൊരു ഉറപ്പ് ഇല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിനെ കണ്ട് അവൾ തന്നെ പറഞ്ഞതാണ്, പിന്നെ CM-നെ കണ്ട് കാര്യങ്ങളൊന്നും പറയണം, എൻ്റെ വിഷമങ്ങളും എൻ്റെ ഇത് ഞാൻ പറയാം. ഓരോ ദിവസം തോറും ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുക. അപ്പം കണ്ടില്ല, മൈൻഡ് ഒന്നും ക്ലിയർ അല്ല. എന്നാലും പിടിച്ചാടെ എഴുതി 1-2 വാക്കാ പറയാൻ കഴിയുന്നുള്ളൂ. താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലുണ്ടായ കയ്യേറ്റങ്ങളുടെ തുടർച്ചയായി ഉണ്ടായ സംഘർഷത്തിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെട്ടത്. കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾ റിമാൻഡിലാണ്. കോഴിക്കോട് 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള സ്വന്തം പെൺമക്കൾക്ക് മദ്യമൊഴിച്ചു നൽകിയ ആ സ്ത്രീ ഒരമ്മയാണോ? കൺമുന്നിൽ മക്കളെ കാമുകൻ ലൈംഗികമായി ചൂഷണം ചെയ്തപ്പോൾ നിശബ്ദയായിരുന്നത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റ്. എറണാകുളം കുറുപ്പുംപടിയിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പുറത്തുവരുന്നത് കരളലിയിപ്പിക്കുന്ന കഥകളാണ്. പ്രതി ധനേഷ് വീട്ടിലെത്തുമ്പോഴെല്ലാം നിർബന്ധിപ്പിച്ച് മദ്യം കുടിപ്പിച്ചിരുന്നതായി പെൺകുട്ടികൾ മൊഴി നൽകി. പീഡന വിവരം മറച്ചുവെച്ചതിന് പോക്സോ വകുപ്പ് ചുമത്തിയാണ് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി ധനേഷിനെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കുറുപ്പുംപടി പീഡനത്തിൽ പോലീസ് ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 10ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികൾക്ക് അമ്മയും ധനേഷും ചേർന്ന് നിർബന്ധിച്ച് മദ്യം നൽകിയിരുന്നുവെന്നാണ് കുട്ടികളുടെ മൊഴി. പ്രതി ധനേഷ് വീട്ടിലെത്തുമ്പോഴെല്ലാം മദ്യം കുടിപ്പിച്ചിരുന്നതായും പെൺകുട്ടികൾ മൊഴി നൽകി. സഹപാഠിക്ക് നൽകിയ കുറിപ്പ് കണ്ട അധ്യാപികയോടാണ് പെൺകുട്ടി എല്ലാം വെളിപ്പെടുത്തിയത്. മദ്യം നൽകിയിരുന്നെന്ന വിവരം അധ്യാപികയുടെ മൊഴിയെടുത്തപ്പോഴാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് കുട്ടികളുടെ രഹസ്യമൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. പീഡന വിവരം മറച്ചുവെച്ചതിന് അമ്മയ്ക്കെതിരെ പോക്സോ ചുമത്തി. ഇതിനു പുറമെ കുട്ടികളെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. ധനേഷിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. പെൺകുട്ടികളെ പീഡിപ്പിച്ചത് അമ്മയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്നാണ് ധനേഷിന്റെ മൊഴി. കുട്ടികളുടെയും സ്കൂൾ അധ്യാപികയുടെ മൊഴികളും അമ്മയുടെ അറസ്റ്റിൽ നിർണായകമായി. പെൺകുട്ടികളുടെ പിതാവ് മരിച്ചതിനു ശേഷമാണ് കുട്ടികളുടെ അമ്മയുമായി പ്രതി ബന്ധമുണ്ടാക്കിയത്. രണ്ടാനച്ഛൻ എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യം മുതലെടുത്താണ് പെൺകുട്ടികളെ പ്രതി ദുരുപയോഗം ചെയ്തത്.
പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും ദുരുപയോഗം ചെയ്യാനുള്ള പ്രതിയുടെ ശ്രമമാണ് പീഡന വിവരം പുറത്തറിയാൻ കാരണമായത്. പെൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. പോലീസിന്റെയും എക്സൈസിന്റെയും നോട്ടപ്പുള്ളിയാണ് ഇടവട്ടം സ്വദേശിനി അനില രവീന്ദ്രൻ എന്ന യുവതി. ലഹരി ഒളിപ്പിച്ചു കടത്താൻ അതിവിദഗ്ധ. അതിനായി ഏതു മാർഗവും തേടും. കൊല്ലത്ത് മയക്കുമരുന്നുമായി പിടിയിലായ അനില കുറച്ചുനാളായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നീണ്ട കരയിൽ നിന്ന് ഇവരെ പിടികൂടുമ്പോൾ കൈവശമുണ്ടായിരുന്നത് 50 ഗ്രാം MDMA. എന്നാൽ പിന്നീട് നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച് 40 ഗ്രാം MDMA കൂടി കണ്ടെടുക്കുകയായിരുന്നു. കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊല്ലത്തേക്ക് മയക്കുമരുന്നുമായി എത്തിയപ്പോഴാണ് പെരിനാട് ഇടവട്ടം സ്വദേശി അനില രവീന്ദ്രൻ പോലീസ് വലയിലാകുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ നഗരത്തിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നുമായി അനില എത്തിയത്. നീണ്ടകര പാലത്തിന് സമീപം വെച്ച പോലീസ് വാഹനത്തിന് കൈകാട്ടി. എന്നാൽ നിർത്താതെ മുന്നോട്ടു പോവുകയായിരുന്നു. പിന്തുടർന്ന പോലീസ് അനിലയെ പിടികൂടി. പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് 50 ഗ്രാം MDMA പിടിച്ചു. പാക്കറ്റുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച 40 ഗ്രാം MDMA കൂടി കണ്ടെടുത്തത്. പ്രതി അനില രവീന്ദ്രൻ മുൻപും മയക്കുമരുന്ന് കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇവരെ ദീർഘനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറയുന്നു. സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊല്ലം. കേരളത്തിലേക്കുള്ള MDMA കടത്തിന്റെ പ്രധാന സൂത്രധാരൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും വൻ നെറ്റ്വർക്ക്. നൈജീരിയൻ സ്വദേശികൾ രാസലഹരി നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുമായി ബന്ധം. കണ്ണൂർ സ്വദേശി അഷ്കർ പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ച് ലഹരി കടത്താൻ അതിസമർത്ഥനാണ്. ലഹരിയുടെ ഉറവിടം തേടിപ്പോയ തിരുവനന്തപുരം നേമം പോലീസാണ് ഏറ്റവും ഒടുവിൽ അഷ്കറിനെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 70 ഗ്രാം MDMAയും പോലീസ് കണ്ടെടുത്തു. തിരുവനന്തപുരം വേട്ടമുക്ക് സ്വദേശി അജ്നിൽ നിന്ന് 71 ഗ്രാം MDMA പിടികൂടിയിരുന്നു. ഇയാൾക്ക് ലഹരി വസ്തു കൈമാറിയത് അഷ്കറാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ തുടർ നടപടിയുണ്ടായത്. ബാംഗ്ലൂരിൽ നിന്ന് സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നുവെന്ന് നേരത്തെ രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇതിലെ ബലമായി സംശയിക്കാവുന്ന, അതായത് സസ്പെക്ട് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തി ഇയാൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവരുടെയൊക്കെ തന്നെ MDMA പോലുള്ള രാസലഹരി വിൽപ്പന നടത്തുന്നവരാണ്. ഇനി കുറച്ചുകൂടെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് ബലമായ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തും. കണ്ണൂർ സ്വദേശിയായ അഷ്കർ നിരന്തരം ബാംഗ്ലൂരിൽ പോയി വന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നൈജീരിയൻ സ്വദേശികൾ രാസലഹരി നിർമ്മിക്കുന്ന കേന്ദ്രവുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും സംശയിക്കുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി കലൂർ SRM റോഡിൽ നാട്ടുകാരും ലഹരി സംഘങ്ങളും തമ്മിലുള്ള സംഘർഷം തെരുവിലേക്ക് നീണ്ടതാണ്. ഇതേ തുടർന്ന് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കേസിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടൊപ്പം അക്രമി സംഘത്തിലുണ്ടായിരുന്ന അഭിജിത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളം നോർത്ത് SRM റോഡിലാണ് സംഭവമുണ്ടായത്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനാണ് 4 പേരടങ്ങുന്ന സംഘം യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അർഷിദ് എന്ന യുവാവിനെ കാറിന്റെ ബോണറ്റിൽ 1/2 കിലോമീറ്ററോളം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ആളുകൾ ഒച്ചവെച്ച് കാർ നിർത്തിയപ്പോഴാണ് ഇയാൾക്ക് രക്ഷപ്പെടാനായത്. സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശിയായ അഭിജിത്തിനെയാണ് എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെടുത്തത്. അഭിജിത്തിനൊപ്പമുണ്ടായിരുന്ന അമർനാഥ് എന്നയാളുടെ അമ്മയുടെ പേരിലുള്ളതാണ് കാർ. അഭിജിത്ത് അടങ്ങുന്ന സംഘത്തിന്റെ ലഹരി ഉപയോഗം നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഒളിവിലുള്ള യുവാക്കളുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എറണാകുളം നോർത്ത് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീട്ടമ്മയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിക്കാൻ ശ്രമം. ആഡംബര കാറിലെത്തിയ യുവതിയും യുവാവുമാണ് വഴി ചോദിച്ച ശേഷം കാൽനട യാത്രക്കാരിയുടെ മാല പൊട്ടിച്ചത്. യുവതിയുടെ കണ്ണിൽ മുളകുപൊടി വീണതിനാൽ ശ്രമം വിജയിച്ചില്ല. തുടർന്ന് കാർ വേഗത്തിൽ കടന്നു കളഞ്ഞെങ്കിലും പോലീസ് പിന്നാലെ പോയി. 200ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഒടുവിൽ പ്രതികളെ പൊക്കി. കൊല്ലം മയ്യനാട് സ്വദേശികളായ ലക്ഷ്മി, സാലു എന്നിവരെ ആറ്റിങ്ങൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ അവനവഞ്ചേരി പോയിന്റ് മുക്ക് ജംഗ്ഷനിലാണ് സംഭവം. ആറ്റിങ്ങൽ സ്വദേശി മോളിയുടെ കഴുത്തിൽ കിടന്ന മാലയാണ് ആഡംബരക്കാരിലെത്തി കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോയ മോളിയുടെ തൊട്ടടുത്ത് കാർ നിർത്തി. കാറിലിരുന്ന യുവതി വഴി ചോദിച്ചു. ഇത് പറയുന്നതിനിടെ കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി മോളിയുടെ കണ്ണിലെറിഞ്ഞ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും യുവതിയുടെ കണ്ണിലും മുളകുപൊടി വീണതിനാൽ ശ്രമം വിജയിച്ചില്ല. തുടർന്ന് കാർ വേഗത്തിൽ ഓടിച്ച് ചിറയൻകീഴ് വഴി കൊല്ലത്തേക്ക് പോവുകയായിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംശയം തോന്നിയ കാറുകളുടെ ഫോട്ടോകളെടുത്ത് പരാതിക്കാരിയെ കാണിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. കൊല്ലം മയ്യനാട് സ്വദേശികളായ ലക്ഷ്മി, സാലു എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുന്നൂറോളം വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് ഉടമകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിൽ കൊല്ലം ഇരവിപുരം പള്ളിമുക്ക് സ്വദേശിയിലേക്ക് അന്വേഷണം എത്തി. സുഹൃത്തിന് വേളാങ്കണ്ണിയിൽ പോകാൻ കാർ കൊണ്ടുപോയതാണെന്നാണ് ഇയാൾ പറഞ്ഞത്. തുടർന്നുള്ള അന്വേഷണമാണ് സാലുവിലേക്കും ലക്ഷ്മിയിലേക്കും എത്തിയത്. ലക്ഷ്മിയുടെ അമ്മ ഒമാനിൽ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യത തീർക്കാൻ സുഹൃത്തായ സാലുവുമായി ചേർന്ന് കവർച്ച ആസൂത്രണം ചെയ്യുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സാലുവിന്റെ പേരിൽ കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പുണ്ടായ കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. ദേശങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. ആക്രമണത്തിനിടെ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് വെടിയേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ലുക്മാൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കല്ലേറിലും നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിങ്കളാഴ്ച പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ ദേശങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കുടുംബക്ഷേത്രത്തിലെ താലപ്പൊലിക്കിടെ ചീട്ടുകളി സംഘങ്ങൾ തമ്മിൽ തർക്കം തുടങ്ങിയത്. ഇത് സംഘർഷമായി മാറി. കോടശ്ശേരിയും ചെമ്പ്രശ്ശേരി ഈസ്റ്റും തമ്മിലായിരുന്നു സംഘർഷം. പെപ്പർ സ്പ്രേയും എയർഗണ്ണും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇതിനിടെയാണ് വെടിയുതിർത്തത്.
ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് കഴുത്തിന് വെടിയേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കല്ലേറിലും നിരവധി പേർക്ക് പരിക്കുണ്ട്. 3 സ്വകാര്യ ആശുപത്രികളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി 20ഓളം പേർ ചികിത്സയിലുണ്ട്. ആർക്കും സാരമായി പരിക്കില്ല. സംഭവത്തിൽ പാണ്ടിക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മലപ്പുറം. കൊച്ചി AR ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് ചൂടാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥന് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തു. AR ക്യാമ്പിലെ SI സജീവനെതിരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറിയത്. വെടിയുണ്ടകൾ ക്ലാവ് പിടിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൂടാക്കിയതെന്നാണ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. എറണാകുളം AR ക്യാമ്പിൽ ചട്ടിയിലിട്ട് ചൂടാക്കുന്നതിനിടെ വെടിയുണ്ടകൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ റിപ്പോർട്ട് തേടിയിരുന്നു. AR ക്യാമ്പ് കമാൻഡന്റ് അന്വേഷണം നടത്തി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് SI CV സജീവന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി പരാമർശിക്കുന്നത്. AR ക്യാമ്പിലെ ആയുധങ്ങളുടെ ചുമതലയുള്ള സജീവനെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി തുടങ്ങിയതായി കമ്മീഷണർ അറിയിച്ചു. കഴിഞ്ഞ മാർച്ച് 10 എറണാകുളം AR ക്യാമ്പിൽ ചട്ടിയിലിട്ട് ചൂടാക്കുന്നതിനിടെയാണ് വെടിയുണ്ടകൾ പൊട്ടിത്തെറിച്ചത്. ഔദ്യോഗിക ബഹുമതി ചടങ്ങുകൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ബ്ലാങ്ക് അമ്യൂണിഷനാണ് പൊട്ടിത്തെറിച്ചത്. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സംസ്കാര ചടങ്ങുകൾക്കായി വെടിയുണ്ടകൾ എടുത്തപ്പോൾ ക്ലാവ് പിടിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ചൂടാക്കിയതെന്നാണ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാറശാലയിൽ റെയിൽവേ പാളം ഇരട്ടിപ്പിക്കുന്ന സൈറ്റുകളിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപ വില വരുന്ന സാമഗ്രികൾ കവർന്ന പ്രതികൾ പിടിയിൽ. 3.5 ടൺ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചതിന് പിടിയിലായത് ബാലരാമപുരം സ്വദേശികളായ നന്ദു, അച്ചു, തിരുനെൽവേലി സ്വദേശി പാൽദുരൈ എന്നിവർ. കാപ്പ ഉൾപ്പെടെ 25-ൽ പരം കേസുകളിലെ പ്രതി MDMA-യുമായി നെയ്യാറ്റിൻകരയിൽ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. 45 ഗ്രാം MDMA-യുമായി പിടിയിലായത് മലയൻകീഴ് സ്വദേശി അർജുൻ. വിവിധ തരം ലഹരി വസ്തുക്കൾ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന യുവാവ് തിരുവനന്തപുരത്ത് പിടിയിൽ. ശ്രീകാര്യത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സിദ്ധാർത്ഥാണ് MDMA, LSD സ്റ്റാമ്പ്, ഹാഷിഷ് ഓയിൽ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുമായി പിടിയിലായത്. താമരശ്ശേരിയിൽ പോലീസിനെ കണ്ടപ്പോൾ ലഹരിമരുന്ന് വിഴുങ്ങിയ യുവാവിന്റെ വയറ്റിലുള്ളത് MDMA ആണെന്ന് സ്ഥിരീകരിച്ചു. MDMA പാക്കറ്റ് പുറത്തെടുക്കാൻ ശ്രമം തുടങ്ങിയതായി പോലീസ്. പ്രതി ഫൈസ് അടുത്തിടെ MDMA വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ്. വടകരയിൽ ട്രെയിനിൽ കടത്തുകയായിരുന്ന 8 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. അറസ്റ്റിലായത് ഒഡീഷ സ്വദേശികളായ അജിത് നായിക്, ലക്ഷ്മൺ നായിക് എന്നിവർ. കോഴിക്കോട് തൊട്ടിൽപ്പാലത്തെ തുണിക്കടയിൽ വസ്ത്രം മാറ്റിയെടുക്കാനെത്തിയ 12 വയസ്സുകാരന് നേരെ ജീവനക്കാരന്റെ ആക്രമണം. പ്രതി അശ്വന്ത് പോലീസ് പിടിയിൽ. അന്യപുരുഷനൊപ്പം സ്വന്തം അമ്മയെ നഗ്നയായി കാണേണ്ടി വരുന്ന ഒരു മകന്റെ ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? +1 പഠിക്കുന്ന മകന്റെ ഫോണിലേക്ക് എത്തിയ അമ്മയുടെ നഗ്ന വീഡിയോ അവന്റെ മനസ്സിനെ താളം തെറ്റിച്ചു. ഒരു കുടുംബത്തെ തന്നെ തകർത്തു. കണ്ണൂർ സ്വദേശികളായ പ്രവാസി കുടുംബം കുവൈറ്റിലാണ് താമസിക്കുന്നത്. ഒരിക്കൽ അവധിക്ക് 4 കുട്ടികളുടെ അമ്മയായ വീട്ടമ്മ തനിച്ച് നാട്ടിലെത്തിയതാണ്. അവിടെ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒരു യുവാവുമായി പരിചയത്തിലാകുന്നു.
ആ അടുപ്പം സൗഹൃദമായി വളർന്നു. അയാൾക്കൊപ്പം വീട്ടമ്മ 4 ദിവസത്തോളം താമസിച്ചു. അതിനിടെയാണ് വടകര സ്വദേശി മുഹമ്മദ് ജാസ്മിൻ എന്ന യുവാവ് ജ്യൂസിൽ മദ്യം നൽകി വീട്ടമ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് ഭീഷണിപ്പെടുത്തി പലതവണ പണം തട്ടി. വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് പ്രതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസ് അതുകൊണ്ടും തീർന്നില്ല. സ്വന്തം അമ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രായപൂർത്തിയാകാത്ത മകന് അയച്ചു കൊടുത്തതിന് പ്രതിയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. വീട്ടമ്മമാരെ കെണിയിൽ വീഴ്ത്താൻ ഇതുപോലെ പല സംഘങ്ങളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരുടെ വലയിൽ വീണാൽ സ്വന്തം കുടുംബജീവിതം തകരുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ മുഹമ്മദ് ജാസ്മിൻ ഇനിയും സ്ത്രീകളുടെ പിന്നാലെ വരാം. അതുകൊണ്ട് ഇവനെ സൂക്ഷിച്ചോണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.